മാധ്യമം ബുക്സ് പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ 2 പുസ്തകങ്ങൾ ഇവയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ പ്രേംചന്ദിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ കാലാന്തരം, ഒപ്പം ഇന്ത്യൻ ഭരണകൂടത്തിന്റെ ക്രൂരതകൾക്ക് രക്തസാക്ഷിയായ സാമൂഹിക പ്രവർത്തകനും കവിയുമായ പ്രൊഫസർ GN സായിബാബയുടെ കവിതകളുടെയും കത്തുകളുടെയും സമാഹാരമായ എൻ്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഭയക്കുന്നത്. ഈ 2 പുസ്തകങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഈ ചടങ്ങിലേക്ക് നിങ്ങളെ ഏവരെയും ഒപ്പം വിശിഷ്ട അതിഥികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സ്വാഗത പ്രസംഗമാണ്. സ്വാഗത പ്രസംഗത്തിനായി മാധ്യമം ബ്യൂറോ ചീഫ് തിരുവനന്തപുരം MK ഹാരിസ് സാറിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. സർ പ്ലീസ്. പ്രിയപ്പെട്ടവരെ, മാധ്യമം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 2 പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആദ്യത്തേത് കാലാന്തരം എന്ന പുസ്തകമാണ്. മാധ്യമപ്രവർത്തകനായിരുന്ന പ്രേംചന്ദിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു സമാഹാരമാണത്. രണ്ടാമത്തത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന GN സായിബാബയുടെ കത്തുകളുടെയും കവിതകളുടെയും ഒരു സമാഹാരമാണ്. ആദ്യത്തെ പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാന്യനായ MLA MK മുനീർ സാഹിബാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ സാവിത്രി രാജീവനാണ്. രണ്ടാമത്തെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് PK പാറക്കടവാണ്. പുസ്തകം പ്രകാശനം നിർവഹിക്കുന്നത് ശ്രീ MG രാധാകൃഷ്ണനാണ്. ഈ ചടങ്ങിൽ നമ്മുടെ ആദ്യത്തെ പുസ്തകത്തിൻ്റെ കർത്താവ് പ്രേംചന്ദ് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പത്രത്തിൻ്റെ മാധ്യമ സ്ഥാപനങ്ങളുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ PM സാലിഹാണ് ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത്. നമ്മുടെ മാധ്യമം ട്രിവാൻഡ്രം യൂണിറ്റിൻ്റെ സാരഥി റെസിഡൻറ്റ് മാനേജർ ജയപ്രകാശ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് ഈ ചടങ്ങിന് നന്ദി പറയുന്നത്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അധ്യക്ഷൻ മാധ്യമം CEO PM സാലിഹിനോട് അപേക്ഷിക്കുന്നു. ബഹുമാനായ നമ്മുടെ MLA ഡോക്ടർ MK മുനീർ സാഹിബ്, ബഹുമാനായ MG രാധാകൃഷ്ണൻ സാർ, ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൂടിയായിട്ടുള്ള പ്രേംചന്ദ്, RM ജയപ്രകാശ്, പ്രിയപ്പെട്ടവരെ, മലയാളിയുടെ വായനാ സംസ്കാരത്തെയും കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളെയും പല വിധത്തിൽ സ്വാധീനിച്ച, രൂപപ്പെടുത്തിയ, മാറ്റിമറിച്ച മാധ്യമത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സംരംഭമാണ് മാധ്യമം ബുക്സ് എന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് ഈ തിരുവനന്തപുരത്ത് വെച്ച് കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിലെ 20-ലധികം വരുന്ന പ്രമുഖർ കൈരളിക്ക് സമ്മാനിച്ചതാണ് മാധ്യമം ബുക്സ്. മലയാളിയുടെ വായനയെ കുറച്ചുകൂടി മീനിങ്ഫുള്ളും സീരിയസ്നെസ്സുമാക്കി മാറ്റുക, അർത്ഥപൂർണവും ഗൗരവപൂർണവുമായ തലങ്ങളിലേക്ക് വികസിപ്പിക്കുക എന്നതാണ് മാധ്യമം ബുക്സ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാലത്തെക്കുറിച്ച് നമുക്കറിയാം. വായന എന്നതു തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായ കാലമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ വായനാ സമൂഹത്തിന് മുമ്പിൽ വിവിധ മേഖലകൾ, പ്രത്യേകിച്ച് കലയും സംസ്കാരവും രാഷ്ട്രീയവും സാമൂഹിക മണ്ഡലവും അതോടൊപ്പം തന്നെ ഫൈനാൻസും ഒക്കെ അടങ്ങുന്ന വിവിധ മേഖലകളെ, അതിൻ്റെ പുതുകാല പ്രവണതകളെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ട് മലയാളി വായനാ സമൂഹത്തിന് പകർന്നു നൽകുക എന്നത് മാധ്യമം നിർവഹിച്ചു പോരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു തലമാണ് മാധ്യമത്തിൻ്റെ ഒരു നിലപാടു തറ എന്ന് പറയുന്നത്. അതിൻ്റെ ഭൂമിക, അതിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്. ഈ നിലപാട് തറയെ ശക്തിപ്പെടുത്തുന്ന സമീപനങ്ങളാണ്, പുസ്തകങ്ങളാണ്, കൃതികളാണ് മാധ്യമം ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്.
2021 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ മഹാത്മാഗാന്ധിയുടെ പേരമകൻ രാജ്മോഹൻ ഗാന്ധിയുടെ അണ്ടർസ്റ്റാൻഡിങ് ദി ഫൗണ്ടിങ് ഫാദേഴ്സ് എന്ന് പറയുന്ന പുസ്തകം ഗാന്ധി നെഹ്റു വിമർശനങ്ങൾക്ക് മറുപടി എന്ന് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് മാധ്യമം ബുക്സ് തുടക്കം കുറിക്കുന്നത്. പിന്നീട് വന്ന പല പുസ്തകങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു നിലപാട് തറയെ, ഈ ഒരു ഭൂമികയെ ശക്തിപ്പെടുത്തുന്നത് അതിൻ്റെ ആശയ പരിസരത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഡോക്ടർ കഫീൽ ഖാൻ്റെ ആത്മകഥയായിട്ടുള്ള ഓക്സിജൻ മുതൽ, മഹ്മൂദ് ദർവേഷിൻ്റെ ഫലസ്തീൻ കവിതകൾ മുതൽ, ഏക സിവിൽ കോഡിനെ കുറിച്ചുള്ള പുസ്തകം, സംവരണത്തെക്കുറിച്ചുള്ള പുസ്തകം മുതൽ എടുത്തു പരിശോധിച്ചാൽ ഈ നിലപാട് തറയെ ശക്തിപ്പെടുത്തുന്ന പുസ്തകങ്ങളാണ് മാധ്യമത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന 2 പുസ്തകങ്ങൾ, പ്രേംചന്ദിൻ്റെ പുസ്തകവും കാലാന്തരം എന്ന് പറയുന്ന പുസ്തകം, അതോടൊപ്പം തന്നെ എൻ്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് എന്ന പ്രൊഫസർ GN സായിബാബയുടെ പുസ്തകവും ഇതേ നിലപാട് തറയെ ശക്തിപ്പെടുത്തുന്നതാണ്. മിലൻ കുന്ദേരയുടെ ഒരു ചരിത്രപ്രസിദ്ധമായ വർത്തമാനം നമുക്കറിയാം. The struggle of a man against the power is the struggle of memory against the forgetting. മനുഷ്യരുടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടമെന്ന് പറയുന്നത് മറവിക്കെതിരെയുള്ള ഓർമ്മയുടെ പോരാട്ടമാണ് എന്നത്. പ്രേംചന്ദിൻ്റെ ഈ പുസ്തകം എടുത്ത് പരിശോധിച്ചാൽ, വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നമുക്കറിയാം ഈ ഓർമ്മിക്കുക എന്ന് പറയുന്നത് അത് തന്നെയാണ് ചരിത്രം. ചരിത്രം തമസ്കരിക്കപ്പെടുന്ന, ചരിത്രത്തിൽ നിന്ന് പലതിനെയും അസന്നിഹിതമാക്കിക്കൊണ്ടിരിക്കുന്ന, ചരിത്രത്തെ വക്രീകരിച്ചു കൊണ്ടിരിക്കുന്ന, തമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തലുകൾ, ഓർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ, വായന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതല്ലെങ്കിൽ ഈ മറവിയുടെ കാലത്ത് ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ സ്ട്രഗിളാണ്, പോരാട്ടമാണ്, സമരമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകത്തിൻ്റെ മൊത്തം ഒരു പരിസരം എടുത്ത് പരിശോധിച്ചാൽ ഈ ഒരു തലം അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ പുസ്തകം പ്രൊഫസർ GN സായിബാബയുടെ എൻ്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് എന്ന പുസ്തകമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും പൗരാവകാശ പോരാട്ടങ്ങളുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാലും അതിൽ വേറിട്ട ഒരു വ്യക്തിത്വമായിട്ട് സായിബാബയെ നമുക്ക് കാണാൻ സാധിക്കും. ആന്ധ്രാപ്രദേശിൽ ജനിച്ച് 5-ാം വയസ്സ് മുതൽ തന്നെ പോളിയോ ബാധിച്ച് 90% തൻ്റെ ശരീരം അവശനിലയിൽ പോകുന്ന അദ്ദേഹത്തെ മാവോവാദി എന്ന് അദ്ദേഹത്തെ വിധി എഴുതി ജയിലിൽ അടക്കുന്നുണ്ട്. ജയിലിൽ വെച്ച് അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല. പിന്നീട് അദ്ദേഹം 2024 മോചിതനാവുന്നത്, ജയിൽ മോചിതനാവുന്നത്. അതിനുശേഷം അദ്ദേഹം വളരെ പെട്ടെന്ന് മരണപ്പെടുകയും ചെയ്തു. ഇന്ത്യയുടെ ജനാധിപത്യവും പൗരാവകാശ സമരങ്ങളുടെ ഈ വേറിട്ട വ്യക്തിത്വം എന്നത് പ്രത്യേകിച്ച് ഭരണകൂട ഭീകരതയുടെ ഇരയായി, രക്തസാക്ഷിയായി അടയാളപ്പെടുത്താൻ പറ്റുന്ന അദ്ദേഹം ജയിലിൽ വെച്ച് എഴുതിയ കവിതകളും അദ്ദേഹം എഴുതിയ കത്തുകളുടെയും സമാഹാരമാണ് എൻ്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് എന്ന ഈ പുസ്തകം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വായന തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായ ഒരു കാലഘട്ടത്തിൽ, ചരിത്രം തന്നെ തമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ, മറവികൾക്കെതിരെ ഓർമ്മയുടെ സമര പോരാട്ടങ്ങൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ ഒരു മികവുറ്റ സംഭാവനയായിട്ട് ഈ 2 കൃതികളും മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ 2 പുസ്തകങ്ങളും കൈരളിക്ക് സമർപ്പിച്ച് ഇതുവരെ നൽകിയ വായനക്കാരുടെ പിന്തുണയ്ക്ക് കടപ്പാട് രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി PM സാലിഹ് സർ. പ്രേംചന്ദ് രചിച്ച കാലാന്തരം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് MK മുനീർ MLA ആണ്. ഏറ്റുവാങ്ങുന്നത് സാവിത്രി രാജീവനാണ്. അടുത്തതായി എൻ്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് എന്ന പ്രൊഫസർ GN സായിബാബയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് MG രാധാകൃഷ്ണൻ സാറാണ്. ഏറ്റുവാങ്ങുന്നത് മിസ്റ്റർ PK പാറക്കടവാണ്. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനായി ഞാൻ ശ്രീമാൻ MK മുനീർ സാറിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയ ദീക്ഷൻ സാലിഹ്, പ്രിയപ്പെട്ട ഹാരിസ്, പ്രിയപ്പെട്ട MG രാധാകൃഷ്ണൻ, ശ്രീ പ്രേംചന്ദ്, ശ്രീ ജയപ്രകാശ്, മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, സമയപരിമിതിയുള്ളതുകൊണ്ട് ഞാൻ നേരിട്ട് പുസ്തകത്തിലേക്ക് കടക്കുകയാണ്.
കാലാന്തരം എന്ന പുസ്തകമാണ് എനിക്ക് പ്രകാശിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രേംചന്ദ് കുറേ കാലങ്ങളിലായി എഴുതിയിട്ടുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിക്കുന്ന ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് കാലാന്തരം. ഇത് ഈ കോഴിക്കോടിൻ്റെ കൂടി ഒരു രാഷ്ട്രീയ സാംസ്കാരിക ചരിത്രം പറയുന്നൊരു പുസ്തകം കൂടിയാണ്. അവിടെ മുഖ്യധാരയും സമാന്തരമായ ധാരകളുമുണ്ട്. അതിൽ സമാന്തരമായി നമ്മളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ധാരയെക്കുറിച്ചാണ് കൂടുതലായി ഈ പുസ്തകം സംസാരിക്കുന്നത്. നമ്മുടെ കോഴിക്കോട് ഒരു ഫിലിം ക്ലബ്ബ് രൂപീകരിച്ച ചെലവൂർ വേണു, അശ്വിനി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അദ്ദേഹം രൂപീകരിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ സത്യത്തിൽ പിന്നീട് വന്നിട്ടുള്ള IFK അടക്കമുള്ള സിനിമ പിന്നെ ഉത്സവങ്ങൾ സത്യത്തിൽ അതിൻ്റെ ഒരു തിരികൊളുത്തപ്പെട്ടത് ചെലവൂർ വേണുവിലൂടെയാണ്. അപ്പോൾ ആ സമയത്തുള്ള സംഭവവികാസങ്ങൾ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. PA ബക്കർ ആ സമയത്ത് കബനി നദി ചുവന്നപ്പോൾ എന്ന സിനിമയെടുത്തതും ആ സിനിമയിൽ നായകൻ TV ചന്ദ്രനായിരുന്നു എന്നുള്ളത് ഒരു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല അതിൻ്റെ നിർമ്മാതാവ് പവിത്രനായിരുന്നു. അതിൽ സലാം കാരശ്ശേരി അടക്കമുള്ളവർ നടന്മാരായി അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലം നമ്മുടെ മുന്നിലേക്ക് അവതീർണമാവുകയാണ്. അതുപോലെയുള്ള ധാരാളം സമാന്തരം. ഇപ്പോൾ ജോൺ എബ്രഹാം അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഒരു ഇടമായി കോഴിക്കോട് കണ്ടിരുന്നു. അദ്ദേഹം മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെയൊക്കെ കാലത്ത് പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് അമ്മയെ അറിയാൻ എന്ന് പറയുന്ന സിനിമ അദ്ദേഹം എടുക്കുന്നത്. മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്ന് എൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് അദ്ദേഹം അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് നായികയാക്കുന്നത്. അപ്പോൾ അങ്ങനെ ജോൺ എബ്രഹാമിനെ കുറിച്ചും അതുപോലെയുള്ള ആ കാലഘട്ടത്തിൽ മധുമാസ്റ്ററെക്കുറിച്ചുമൊക്കെ വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. പുനത്തിലുമായി അദ്ദേഹം നടത്തിയിട്ടുള്ള യാത്ര, സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കും പുനത്തിലിൻ്റെ ഭാര്യ ഹലീമയോടൊപ്പം നടത്തിയിട്ടുള്ള യാത്ര, അതിന് തിരിച്ചു വന്ന് ഹലീമയുമൊത്തുള്ള ആ ചിത്രങ്ങൾ തിരഞ്ഞ് മാതൃഭൂമിയിൽ വരുന്ന പുനത്തിൽ പിന്നെ ഓർമ്മ മറഞ്ഞുപോയി. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് ആ ചിത്രങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിനെ വല്ലാതെ മുറിപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. MT മാതൃഭൂമിയുമായി നിൽക്കുന്ന സമയത്ത് MTയും അവിടെയുള്ള തൊഴിലാളികളും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൽ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പറയാൻ വേണ്ടി വന്നപ്പോൾ ഉള്ളടക്കത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്, അത് നിങ്ങൾ പഠിപ്പിച്ചു തരേണ്ടതില്ല എന്ന കാർക്കശ്യത്തോടു കൂടിയുള്ള MTയുടെ ഒരു നിലപാട്, താൻ എഴുതുന്നതും താൻ എഡിറ്റ് ചെയ്യുന്നതിലും തനിക്ക് ശക്തമായിട്ടുള്ള അറിവുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ആ സംഭവവികാസങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു നല്ല പുസ്തകമാണ്. പുസ്തകം എല്ലാവരും വായിക്കുക. മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ വായിക്കാതെ പോകും. നന്ദി സർ. അടുത്തതായി ശ്രീമാൻ MG രാധാകൃഷ്ണൻ സാറിനെ ഞാൻ 2 വാക്ക് സംസാരിക്കാനായി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ മുനീർ, പ്രേംചന്ദ്, സാലിഹ്, PM സാലിഹ്, ഹാരിസ്, മറ്റ് വേദിയിലും സദസ്സിലുള്ള സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇവിടെ മാധ്യമം ബുക്സ് പ്രകാശനം ചെയ്യുന്നത്. ഈ പ്രൊഫസർ സായിബാബ നമ്മുടെ വർത്തമാനകാല ഇന്ത്യയിലെ ഒരുപക്ഷെ ഏറ്റവും നമുക്കറിയാവുന്ന, അറിയപ്പെടാത്ത എത്രയോ രക്തസാക്ഷികൾ ഉണ്ടാവും. പക്ഷെ ഏറ്റവും ആ രക്തസാക്ഷികളുടെ ഭരണകൂട ഭീകരതയുടെയും ഒക്കെ രക്തസാക്ഷികളുടെ ആ നീണ്ട പരമ്പരയിലെ ഏറ്റവും പുതിയ, ഒരുപക്ഷെ നമുക്കറിയാവുന്ന പുതിയ കണ്ണിയാണ് ശ്രീ സായിബാബ. ഒരുപക്ഷെ വിസ്മയകരമാണ്, അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിനോട് ഈ കഴിഞ്ഞ നമ്മുടെ ജനാധിപത്യം, ഇന്ത്യയിൽ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യം എന്ന് വിളിക്കപ്പെടുന്ന, പല അർത്ഥത്തിലും ജനാധിപത്യം തന്നെയായ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ്
ഒരു മനുഷ്യനെ നിരന്തരമായി വേട്ടയാടി അദ്ദേഹത്തിൻ്റെ അകാലത്തിലുള്ള മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഒരു സിമ്പലാണ്, ഒരു പ്രതീകമാണ് പ്രൊഫസർ GN സായിബാബ. വളരെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആന്ധ്രയിലെ വളരെ സാമൂഹ്യമായും സാമ്പത്തികമായും വളരെയധികം പിന്നിലായിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ച് അങ്ങേയറ്റം മനുഷ്യനെ പൂർണ്ണമായിട്ടും തളർത്തിക്കളയുന്ന തരത്തിലുള്ള ശാരീരിക അവശതകളെ അതിജീവിച്ച് അദ്ദേഹം വിദ്യാഭ്യാസം നേടുകയും അവിടെ ഒന്നാന്തരമായ വിദ്യാഭ്യാസത്തിൽ ഉജ്ജ്വലമായ വിജയം കൈവരിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി സ്വീകരിക്കുകയും അതിനോടൊപ്പം സാഹിത്യപരമായും രാഷ്ട്രീയമായും ഉള്ള ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ലേഖനങ്ങളും പുസ്തകങ്ങളുമൊക്കെ രചിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ തികച്ചും സാർത്ഥകമായ അല്ലെങ്കിൽ അതിജീവനത്തിൻ്റേതായ ഒരു പ്രതീകം ആയിരുന്നു GN സായിബാബ. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യയിൽ നടക്കുന്ന വളരെയധികം ജനാധിപത്യ വിരുദ്ധമായ അടിയന്തരാവസ്ഥയെക്കാട്ടിലും ഭീകരമായിട്ടുള്ള തരത്തിലുള്ള ഭരണകൂട റിപ്രഷൻ, പലതരത്തിലുള്ള മർദ്ദനങ്ങളുടെയും അല്ലെങ്കിൽ അതിനുള്ള പരിപാടികളുടെയും ഒക്കെ ഇരയായി ഒരുപാട് പേർ, അത് പ്രത്യക്ഷത്തിൽ തന്നെ കൊല ചെയ്യപ്പെട്ടവരാണ് ഒരു വശത്ത്, മറുവശത്ത് ഇങ്ങനെ മരിക്കുമ്പോൾ മാത്രം ഇപ്പോൾ ഗൗരി ലങ്കേഷിൽ വന്ന് അവസാനിച്ച ആ 3-4 പേരുടെ കാര്യം നമുക്കറിയാവുന്നതാണ്, ഗോവിന്ദ് പൻസാരയുടെയും ഒക്കെ കാര്യം. അതിൽ നിന്ന് വ്യത്യസ്തമായി അത് ഡയറക്റ്റായിട്ടുള്ള, അതായത് ഒരു ഭരണകൂടത്തിനോട് ഒത്തുനിൽക്കുന്ന ഒരു കുറ്റവാളികളുടേതായ സംഘടന നേരെ പോയി വകവരുത്തുകയാണ് ചെയ്തതെങ്കിൽ നിയമത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഒക്കെ മാർഗങ്ങൾ ദുരുപയോഗിച്ച് ഭരണത്തിനെതിരെ, ഭരണകൂടത്തിനെതിരെ, ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്കെതിരെ, അദ്ദേഹം വാസ്തവത്തിൽ ഭരണകൂടത്തിനെതിരെ എന്ന് പോലും പറയാൻ കഴിയില്ല, ആന്ധ്രയിൽ മാവോയിസ്റ്റുകൾക്ക് എതിരെ നടന്നു വരുന്ന ഭീകരമായിട്ടുള്ള സ്റ്റേറ്റ് വയലൻസിൻ്റെ, ഭരണകൂട ഭീകരതയ്ക്കെതിരായി അദ്ദേഹം ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു. ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നതിന് പുറമെ ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ അതിശക്തമായ ലേഖനങ്ങൾ എഴുതി. ഇത് രണ്ടും മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിനാണ് നിരന്തരമായി വേട്ടയാടി കോടതികളിലൂടെയും UAPA മുതലായ കരിനിയമങ്ങളിലൂടെയും നിരന്തരം വേട്ടയാടി ആ അതിജീവനത്തിൻ്റെ മാതൃകയായ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും തച്ചുടച്ച് അവസാനിപ്പിച്ച് കളഞ്ഞു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ കാലത്തെ ഏറ്റവും ഇരുണ്ട ഒരു അധ്യായമാണ്. നമ്മുടെ ഇന്ത്യൻ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നാണ്. നമ്മൾ അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു സ്നേഹലത റെഡ്ഡിയെ പറ്റി മാത്രമേ നമുക്ക് ദേശീയ തലത്തിൽ വലിയ തോതിൽ അറിയപ്പെട്ടിട്ടുള്ളൂവെങ്കിൽ, ഇത് ജയിലിൽ കിടന്നല്ല അദ്ദേഹം പുറത്തിറങ്ങിയപ്പോഴാണ് മരിച്ചതെങ്കിലും ആ ജയിൽവാസത്തിലൂടെ അദ്ദേഹം തൻ്റെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി തനിക്ക് അല്ലെങ്കിൽ തന്നെ വളരെയധികം ദുർബലമായിട്ടുള്ള ആരോഗ്യമുള്ളൊരു മനുഷ്യൻ ജയിലിലുള്ള അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അങ്ങേയറ്റം വഷളായപ്പോൾ അതിനെതിരെ അദ്ദേഹം നിരാഹാര സമരം വരെ ചെയ്തു. അർബുദം ബാധിച്ച അദ്ദേഹത്തിൻ്റെ അമ്മ കാണാനുള്ള ജാമ്യം പോലും നിഷേധിച്ചു, അവർ മരിച്ചു. ഇങ്ങനെ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് അദ്ദേഹത്തിനെതിരെ, GN സായിബാബയെ പോലെയുള്ളൊരു മനുഷ്യനെതിരായിട്ട് നടന്ന കാര്യങ്ങൾ ഓർത്താൽ ഭരണകൂടവും എങ്ങനെ നീതിന്യായ വ്യവസ്ഥയും ആ ഭരണകൂടത്തിൻ്റെ ഭീകരതയ്ക്ക് നീതിന്യായ വ്യവസ്ഥ എങ്ങനെയാണ് അതിന് നിന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യനെ അവസാനിപ്പിച്ച് കളഞ്ഞത് എന്നുള്ളതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ചരിത്രമാണ് സായിബാബയുടേത്. തീർച്ചയായിട്ടും ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലൂടെ തന്നെയാണ് അദ്ദേഹത്തിന് മോചനം ലഭിച്ചത്. പക്ഷേ അതിനുവേണ്ടി അദ്ദേഹം പോരാടിയ എത്രയോ ഘട്ടങ്ങളാണുള്ളത്. പല കോടതികളിലും, സുപ്രീം കോടതി അടക്കം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക നേതൃത്വത്തിൻ്റെ കീഴിലായിരുന്ന സമയത്ത് സുപ്രീം കോടതി അദ്ദേഹത്തിന് പ്രാഥമികമായിട്ടുള്ള മനുഷ്യാവകാശം നിഷേധിച്ചു. പക്ഷേ അവസാനം ഹൈക്കോടതി പലതവണ, അങ്ങനെ ഒരു സെഷൻസ് കോടതി മുതൽ
മുതൽ സുപ്രീം കോടതി വരെ നീണ്ടുനിന്ന ഒരു ദീർഘമായ യുദ്ധത്തിൽ പലതരം തിരിച്ചടികളും പലതരം പിന്നോട്ടടികളും നേരിട്ട് ആ മനുഷ്യൻ അവസാനം 60 വയസ്സ് പോലും ആവുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ ജയിൽവാസത്തിൻ്റെ ഫലമായുള്ള ഒരു അന്ത്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. സ്റ്റാൻ സ്വാമി ജയിലിൽ കിടന്നാണ് മരിച്ചതെങ്കിൽ ഇദ്ദേഹം പുറത്തിറങ്ങിയ ഏതാനും ദിവസങ്ങൾക്കകമാണ് ഇദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. അപ്പോൾ വാസ്തവത്തിൽ നേരത്തെ PM സാലിഹ് ചൂണ്ടിക്കാണിച്ച പോലെ പ്രേംചന്ദിൻ്റെ പുസ്തകത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഓർമ്മകളാണ് മറവിക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അമിതാധികാരത്തിനെതിരുള്ള അതിജീവനത്തിൻ്റേതായ റെസിസ്റ്റൻസിൻ്റേതായ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം ഓർമ്മകളാണ് എന്ന് പറയുന്നത് പോലെ ഈ സായിബാബയുടെ ഓർമ്മകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയുടെ, നമ്മുടെ അതിജീവനത്തിൻ്റെ, നമ്മുടെ പ്രതിരോധത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും ഒക്കെ ഭാവിയിലുള്ള ഏറ്റവും വലിയ പടക്കോപ്പായും ആയുധമായും ആശയമായും നിലനിൽക്കും. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച മാധ്യമം ബുക്സിന് എല്ലാ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി ശ്രീ MG രാധാകൃഷ്ണൻ. അടുത്തതായി കാലാന്തരം എന്ന പുസ്തകം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന ശ്രീമതി സാവിത്രി രാജീവിനെ 2 വാക്ക് സംസാരിക്കാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, പ്രേംചന്ദ് രചിച്ച കാലാന്തരം എന്ന പുസ്തകം ഞാൻ ഇപ്പോൾ കണ്ടിട്ടില്ല. പക്ഷേ മാധ്യമത്തിൽ അത് സീരിയലൈസ് ചെയ്ത് കണ്ട നേരത്ത് വായിച്ച ചില ഓർമ്മ മാത്രമാണ് ഇപ്പോൾ എനിക്ക് ഉള്ളത്. അതിനെക്കുറിച്ച് പല കാര്യങ്ങളും പറയാനുണ്ട്. വാസ്തവത്തിൽ അതൊരു ഓർമ്മക്കുറിപ്പ് ആയിട്ടല്ല ഞാനത് വായിക്കുന്നത്. അതൊരു സർഗാത്മക കൃതിയായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ അതിലെ വായിച്ച എല്ലാതരം അധ്യായങ്ങളും എനിക്ക് അതൊരു വളരെ സർഗാത്മകമായ ഒരു രചനയായിട്ട് എനിക്ക് തോന്നി. അതെന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ ആളുകൾ അതെല്ലാം വായിക്കണം, കാലാന്തരം വായിക്കണം എന്ന് എനിക്ക് തോന്നുന്നതിന് കൂടുതൽ ഒരു കാരണമുണ്ട്. അതെനിക്ക് തോന്നുന്നു അങ്ങനെ എല്ലാവരും ഇത് വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന്. അത് 10-45 കൊല്ലം മുമ്പ് നടന്ന, അല്ലെങ്കിൽ 45 കൊല്ലത്തെ കേരളത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പാസ്റ്റിനെ ഈ അടുത്ത ഭൂതകാലത്തെ ആണ് അത് ചിത്രീകരിക്കുന്നത്. പ്രേംചന്ദിൻ്റെ ഓർമ്മയിൽ കൂടിയാണെങ്കിലും നമ്മുടെ കൂടെ ജീവിച്ചു പോകുന്ന ആളുകൾ അത് ഏത് തരം ആളുകളായിരുന്നു. അതിപ്പോൾ സാംസ്കാരിക വേദിയിൽ സംബന്ധിച്ച് സാംസ്കാരിക വേദിയിൽ എന്ന സംഘടന ഉണ്ടായിരുന്നല്ലോ, അതിൽ പ്രവർത്തിച്ച ആളുകളാവട്ടെ അല്ലെങ്കിൽ അതിന് പുറത്തു നിന്ന ആളുകളാവട്ടെ, ആ കാലത്തെ കേരളത്തെ എങ്ങനെ കാണുന്നു. അത് പ്രേംചന്ദ് പറയുമ്പോൾ അതിലൊരു സത്യസന്ധത വളരെ അധികമുണ്ട്. എന്നാൽ അതിന് പൊടിപ്പും തൊങ്ങലും ഒന്നുമില്ലാത്ത, ആലങ്കാരികമോ ഒട്ടുമില്ലാത്ത ഭാഷയിലാണ് പ്രേംചന്ദ് അത് പറയുന്നത്. അതാണ് എന്നെ അതിൽ ഏറ്റവും ആകർഷിച്ചത്. എന്തുകൊണ്ട് അതിനെപ്പറ്റിയിട്ട് യാതൊരു തരത്തിലുള്ള ജഡ്ജ്മെൻ്റലായിട്ട് അല്ലെങ്കിൽ മുൻവിധികളോടെ അല്ല പ്രേംചന്ദ് അതിനെക്കുറിച്ച് പറയുന്നത്, ആ കാലത്തെ കാണുന്നത്. വളരെ സത്യസന്ധമായിട്ട് അദ്ദേഹം അതിൻ്റെ കൂടെ ജീവിച്ചു, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ സഞ്ചരിച്ചു, അതിൻ്റെ അന്വേഷണത്തിൽ കൂടെ കൂടി, അങ്ങനെ നിന്ന് വളരെ ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ടാണ് ആ കാലത്തെ പ്രേംചന്ദ് കാണുന്നത്. അത് ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ അധ്യായങ്ങൾ, അദ്ദേഹം എഴുതിയ എല്ലാ അധ്യായത്തെയും നമ്മൾ കാണുമ്പോൾ, അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ കാലം വളരെ അതിൻ്റെ പലതരം നിറത്തിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റിൽ ലൈഫിൽ പോലെ ഓരോ അധ്യായവും ഒരു സ്റ്റിൽ ലൈഫായിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ അതൊരു പല നിറമുണ്ട്, വളരെ കനമുണ്ട്, അതിന് വളരെ തരത്തിലുള്ള പല മാനങ്ങളുണ്ട്. അത് ഏതെല്ലാം വിധത്തിൽ നമുക്കതിനെ കാണാമോ ഓരോരുത്തരുടെ ജീവിതം. അത് പ്രധാനമായിട്ടും ഓരോ ആളുകളെ കേന്ദ്രീകരിച്ചാണ് അത് എഴുതിയത്. ഒരുപക്ഷെ അതിപ്പോൾ ചെലവൂർ വേണുവിനെ കുറിച്ചാവാം. ചെലവൂർ വേണു സാംസ്കാരിക വേദിയിലൊന്നും പങ്കെടുത്ത ആളല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹം എന്താണ് ഫിലിം സൊസൈറ്റി രൂപപ്പെടുത്തുന്നതിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സിനിമാ സംസ്കാരത്തെ എങ്ങനെയാണ് ചെലവൂർ വേണു സ്വാധീനിച്ചത്, അതിന് അദ്ദേഹം എന്തെല്ലാം തരത്തിലാണ് പ്രവർത്തിച്ചത്,
ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് കേരള സംസ്കാരത്തിൽ എങ്ങനെ ഇടപെട്ടു എന്ന് നമുക്ക് അത് വായിക്കുമ്പോൾ അത് വളരെ ചെറിയ കുറിപ്പുകളാണ്, അല്ലെങ്കിൽ വളരെ നീണ്ട ദീർഘങ്ങളായിട്ടുള്ള ലേഖനമല്ല. പക്ഷെ അതിൻ്റെ എഴുത്തിൽ അത് നമുക്ക് അതിൻ്റെ ആ എങ്ങനെയെന്ന് പറഞ്ഞൊരു വളരെ പിക്ചറൈസ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു ചിത്രത്തിൽ എന്ന പോലെയാണ് ഓരോരുത്തരെയും നമുക്ക് അതിൽ കൂടെയുള്ള ആളുകളെ പ്രേംചന്ദ് കാണുന്നത്. അതെന്നുവെച്ചാൽ അത്രയും അതിലെ ആളുകൾ നമ്മളെ സജീവമായിട്ട് നമ്മൾ അവർ ഇൻറ്ററാക്ട് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും നമുക്ക്. അതേപോലെ നന്ദകുമാറിനെ കുറിച്ച്, നന്ദകുമാർ ഒരു എഴുത്തുകാരനാണ്, ചെറുകഥാകൃത്താണ്. അദ്ദേഹം എങ്ങനെയാണ് അദ്ദേഹം വലിയ ജോലിയെല്ലാം കളഞ്ഞ് തിരിച്ച് കേരളത്തിൽ വന്ന് വളരെ സിനിമാ മോഹമൊക്കെ ആയിട്ട് വന്ന ഒരാളാണ് എന്നാണ് പ്രേംചന്ദ് പറഞ്ഞത്. എനിക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. ഞാൻ കാണുമ്പോൾ അദ്ദേഹം വളരെ അരാജകമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ മുമ്പിൽ അദ്ദേഹം വന്നിട്ടുള്ളത്. ചെറിയ കവിതകളൊക്കെ എഴുതി കാണിച്ചു തരുകയും അത് വായിക്കാൻ പറയും, അതിനൊരു 100 രൂപ വേണം എന്ന് പറയുകയൊക്കെ ചെയ്ത ഒരു ആളായിട്ടാണ് എൻ്റെ മുന്നിൽ അദ്ദേഹം എറണാകുളത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം അത്രയും ബുദ്ധിയും സർഗാത്മക ശേഷിയുമുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു അരാജക ജീവിതം നയിച്ച്, അല്ലെങ്കിൽ കേരളം എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരസ്കരിച്ചു, എന്തുകൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല? അത് അദ്ദേഹം ഇങ്ങനെ നടന്നതുകൊണ്ടല്ല. അദ്ദേഹം കഥ എഴുതി, അതിന് നമ്മുടെ ചിന്തരവി അതിന് ഒരു അവതാരിക എഴുതി, അങ്ങനെ അത് പ്രസിദ്ധീകരിച്ചിട്ടും അങ്ങനെ അദ്ദേഹത്തെ ഒരു ചെറുകഥാകൃത്തായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടില്ല. അതിൻ്റെ മോഹഭംഗം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഈ കേരള സമൂഹം എന്തുകൊണ്ടാണ് റിജക്റ്റ് ചെയ്തത്? അത് ആ കേരളത്തിന് എന്താണ് അങ്ങനെയുള്ള ഒരു പ്രതിഭയെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്? അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചിട്ടവട്ടങ്ങളിൽ കൂടെ, സാംസ്കാരികമായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ പെടാത്ത എഴുത്തുകാരെ എങ്ങനെ പിന്തള്ളപ്പെടുന്നു, അദ്ദേഹം അങ്ങനെ പിന്തള്ളപ്പെടുന്നു? ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ ഏതെല്ലാം തരത്തിലാണ് ആ ചെറിയ കുറിപ്പുകളിൽ കൂടെ പ്രേംചന്ദ് നമ്മുടെ കേരളത്തിൻ്റെ പോയ കാലത്തെ വിസ്തരിച്ച് കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ ചിന്തരവിയുടെ കലാപ്രവർത്തനം, അദ്ദേഹം ഹരിജൻ എന്ന സിനിമ എടുത്തത്, അതല്ലെങ്കിൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ എങ്ങനെയാണ് ദളിതരെ കുറിച്ച് ആ കാലത്തൊന്നും ഉണ്ടാവാത്ത, നമ്മുടെ മലയാളിക്ക് ഒരു ബോധമില്ലായിരുന്ന കാലത്ത്, അവയർനെസ് തീരെ ഉണ്ടാവാതിരുന്ന കാലത്ത് എങ്ങനെയാണ് ചിന്തരവി കേരള സമൂഹത്തെ അദ്ദേഹത്തിൻ്റേതായ രീതിയിൽ, ഒരുപാട് കൂട്ടുകാരുണ്ട്, എങ്ങനെയാണ് ആ തലമുറ, നമ്മളിപ്പോൾ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ ആ കാലത്തെ ആ തലമുറ എങ്ങനെയാണ് മലയാള സമൂഹത്തെ സാംസ്കാരിക ജീവിതത്തെ സ്വാധീനിച്ചത് എന്നാണ് അത് നമുക്ക് ഓരോന്നും വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കതിൻ്റെ ഒരു പിക്ചർ കിട്ടും. അതാണ് ഈ പുസ്തകത്തെ സംബന്ധിച്ച് എനിക്ക് രണ്ടാമത്തെ ഒരു കാര്യം. അതുപോലെ സാംസ്കാരിക വേദിയെക്കുറിച്ച് പറയുമ്പോൾ ആ കാലത്ത് നക്സലൈറ്റ് മൂവ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ അത് പാർട്ടി ആ പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഒരു ഉന്മൂലന സിദ്ധാന്തമൊക്കെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെ സാംസ്കാരിക വേദി മാറി, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് തെറ്റിപ്പിരിഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കൂടെ സൂചനകൾ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്. അതിൽ പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും, പലർക്കും പലതും പറയാനുണ്ടായിരിക്കും, എങ്കിലും അതിൻ്റെ സൂചനകൾ അങ്ങനെയുള്ള സൂചനകൾ അതിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് സാംസ്കാരിക വേദിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അക്കാലത്തെ മനുഷ്യർ ഒരു സിദ്ധാന്തത്തിന് വേണ്ടിയൊന്നുമല്ല, ഒരു സിദ്ധാന്തത്തിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ അത് ഒരു മലയാളി സമൂഹം എത്രയും അതിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് കൂടുതൽ സ്നേഹത്തോടും നന്മയിലേക്കും കൂടി മലയാള സമൂഹത്തെ കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമുക്ക് അത് വായിക്കുമ്പോൾ, ഇവരുടെ എല്ലാം ജീവിതം വായിക്കുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിച്ചത് എന്നുള്ളൊരു ചിന്തയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കാലത്ത് സ്വാർത്ഥത മാത്രം
കൈമുതലായിട്ടുള്ള ഒരു പുതിയ തലമുറ അല്ലെങ്കിൽ ഒരു സമൂഹത്തെക്കുറിച്ച് അത്ര ഞാൻ വിചാരിക്കുന്നത്, ഞാൻ പഴയ ആളായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത്, പഴയ കാലത്തെ മനുഷ്യരെ സംബന്ധിച്ച് നമ്മളിത് വായിക്കുമ്പം തോന്നുന്നതാണ്, അങ്ങനെ തോന്നുന്നത് അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാർത്ഥമതികളായുള്ള അല്ലെങ്കിൽ സ്വന്തം സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു സമൂഹമായി കേരളം മാറി എന്ന് നമുക്ക് തോന്നും. അത് വായിച്ച് എല്ലാവരും കാലാന്തരം വായിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി സാവിത്രി രാജീവൻ. അടുത്തതായി നമ്മൾ പുസ്തക പ്രകാശനത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ പ്രകാശനം ചെയ്യാൻ പോകുന്നത് കാലാന്തരം എന്ന പുസ്തകമാണ്. ശ്രീമാൻ പ്രേംചന്ദ് രചിച്ച കാലാന്തരം എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീമാൻ MK മുനീർ MLA ആണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നതിന് ശ്രീമതി സാവിത്രി രാജീവനെയും ഞാൻ ക്ഷണിക്കുകയാണ്. 2 പുസ്തകങ്ങളും നമ്മൾ ഒരുമിച്ച് തന്നെയാണ് പ്രകാശനം ചെയ്യുന്നത്. പ്രൊഫസർ GN സായിബാബ രചിച്ച എൻ്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് പ്രകാശനം ചെയ്യുന്നത് ശ്രീമാൻ MG രാധാകൃഷ്ണൻ, ഏറ്റുവാങ്ങുന്നത് ശ്രീമാൻ PK പാറക്കടവാണ്. ഇന്നത്തെ ഈ സായാഹ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. കാലാന്തരം പ്രകാശനം ചെയ്തത് ശ്രീമാൻ MK മുനീർ MLA, ഏറ്റുവാങ്ങിയത് ശ്രീമതി സാവിത്രി രാജീവൻ. ശ്രീമാൻ പ്രേംചന്ദ് രചിച്ച കാലാന്തരം. പ്രൊഫസർ GN സായിബാബ രചിച്ച എൻ്റെ വഴികളെ നിങ്ങൾ എന്തിനാണ് ഇത്ര ഭയക്കുന്നത് പ്രകാശനം ചെയ്തത് ശ്രീമാൻ MG രാധാകൃഷ്ണൻ, ഏറ്റുവാങ്ങിയത് PK പാറക്കടവ് സാറാണ്. അടുത്തതായി മറുവാക്ക് പ്രസംഗത്തിനായി ശ്രീമാൻ പ്രേംചന്ദ്രനെ ഞാൻ ക്ഷണിക്കുകയാണ്. സോ പ്ലീസ്. നോക്കിയൊന്ന് സമയം വളരെ 0 താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്. ഈ പുസ്തക പ്രകാശന വേദി ഒരുക്കിയ മാധ്യമത്തിനും കാലാന്തരം പ്രസിദ്ധീകരിച്ച മാധ്യമ ആഴ്ചപ്പതിപ്പിനും ഇവിടെ എത്തിയ എല്ലാ നല്ല മനുഷ്യർക്കും, പുസ്തകം പ്രകാശനം ചെയ്ത മുനീർ സാഹിബ് MLAക്കും, ഏറ്റുവാങ്ങിയ കവയിത്രി സാവിത്രി രാജീവൻ, നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സർ. ശ്രീ PK പാറക്കടവ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 2 വാക്ക് സംസാരിക്കാനായി സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. സമയം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ എനിക്കൊരു നിർബന്ധമുണ്ടായിരുന്നു, എൻ്റെ പരിപാടി നടന്നിട്ടില്ലെങ്കിലും മാധ്യമത്തിൻ്റെ പരിപാടിയിൽ ഞാൻ എത്തണമെന്ന്. എത്തിയതിലുള്ള ഒരു സന്തോഷം, ഈ പുസ്തകം ഏറ്റുവാങ്ങിയതിൽ ഉള്ള ഒരു സന്തോഷം, പിന്നെ പ്രേംചന്ദ് അടക്കമുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ ഇവിടെയുണ്ട്. ആരെയും പേരെടുത്ത് പറയുന്നതിൽ ഒരിക്കൽ കൂടി ഈ മാധ്യമത്തിനും മാധ്യമം ബുക്സ് ഒരുപാട് പടർന്ന് പന്തരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി സർ. അടുത്തതായി നന്ദി പ്രസംഗത്തിനായി മാധ്യമം റീജിയണൽ മാനേജർ ട്രിവാൻഡ്രം ശ്രീമാൻ ജയപ്രകാശിനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. സമയം ഏറെ അതിക്രമിച്ചിരിക്കുന്നു, ആയതിനാൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മാധ്യമം ബുക്സിൻ്റെ ഈ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും എൻ്റെയും മാധ്യമത്തിൻ്റെയും പേരിലുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷൻ്റെ അനുവാദത്തോടു കൂടി ഈ പരിപാടി അവസാനിപ്പിച്ചതായി അറിയിക്കുന്നു. നന്ദി.